നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വഞ്ചിച്ചു ചതിച്ചു എന്നൊക്കെ തോന്നുന്നുണ്ടോ? അവിടെ പല സാഹചര്യത്തിൽ നമ്മളത് പറയുന്നത് കേട്ടിട്ടുണ്ട് പലവരും. അവനെ ചതിച്ചിട്ട് പോയി, ഇവനെ വഞ്ചിച്ചിട്ട് പോയി, അല്ലെങ്കിൽ ഇവളിനെ വഞ്ചിച്ചു ഇവളിനെ ചതിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ കാണാൻ പറ്റും. അത് സ്ത്രീയും പുരുഷനാവാം. പക്ഷേ ഇവിടെ ചതി നടക്കുന്നത് എന്താണ്? ഇവിടെ വഞ്ചന നടക്കുന്നത് എന്താണ്? ഇവിടെ എങ്ങനെയാണ് ചതിച്ചിട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് ആ വാല്യൂസിനെ കുറിച്ച് ആരും സംസാരിക്കാത്തത്? ഈ പാർട്ട്നേഴ്സായിട്ടുള്ള വ്യക്തികളുടെ വാല്യൂസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചതി ഉണ്ടാവില്ല, അവിടെ ഒരു വഞ്ചന ഉണ്ടാവില്ല. കാരണം കൃത്യമായിട്ട് അറിയാം ഈ ആളുടെ, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രയോറിറ്റി എന്താണെന്നും അയാളുടെ സ്വഭാവം എന്താണെന്നും അയാൾക്ക് വേണ്ടത് എന്താണെന്നും ആളെങ്ങനെയാണ് നേച്ചർ എന്നും അയാൾ എന്താണ് ആഗ്രഹിക്കുന്നതും അയാൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നും എല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഒരു പാർട്ട്ണറാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വഞ്ചനയോടെ ചതിയുടെയോ ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു മറ്റൊരാളെ റിലേഷൻഷിപ്പ് വരുമ്പോൾ തന്നെ അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് അവരോട് സംസാരിക്കാനും സാധിക്കുന്നുണ്ടാവും. അവിടെ എനിക്ക് ഇന്ന ആളോട് ഒരു ക്രഷ് വരുന്നുണ്ട്, ഇഷ്ടം വരുന്നുണ്ട്, തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടെ സാധിക്കും ഈക്വൽ വാല്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ. അതല്ലാത്തവർ തമ്മിലാണ് ഈ ഒളിപ്പിച്ച് വെക്കേണ്ടി വരുന്നതും അവരെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട സ്ഥിതി വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഇത് പിടിക്കപ്പെടുകയാണ്. പിന്നെ ഈ പിടിക്കപ്പെടുമ്പോഴാണ് വഞ്ചന വരുന്നത്, ചതി വരുന്നതൊക്കെ, മറ്റൊരാൾ തെറ്റുകാരനും കുറ്റക്കാരനാവുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈക്വൽ വാല്യൂസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വഞ്ചന ഉണ്ടാവില്ല, ചതി ഉണ്ടാവില്ല, പരസ്പരം മനസ്സിലാക്കുന്ന വ്യക്തികൾ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക.